ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വെറൈറ്റി സാധനം കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഷോർട്ട് വീഡിയോയിലേക്ക് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോക്കറ്റ് റെയിൻ കോട്ടാണ്. റെയിൻ കാർഡ് എന്ന് അതിന് പറയുക. ശരിക്കും നമ്മുടെ പേഴ്സിലൊക്കെ ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് ഇതാണ് സാധനം. നമ്മുടെ പേഴ്സിലൊക്കെ ശരിക്കും ഇതുപോലെ കൊണ്ടുനടക്കാം. പേഴ്സിലൊക്കെ ഇതുപോലെ വെച്ച് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വലിച്ചെറിയേണ്ടി വരും. എങ്ങനെ പോയാലും ഇതിനൊരു 10 രൂപ ആ ഒരു റേഞ്ചിലാണ് ഇതിന് വില വരുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യ ഘട്ടത്തിലെല്ലാം ഉപയോഗിക്കാനും പറ്റും. ഏറെക്കുറെ ഒരു ATM കാർഡിൻ്റെയൊക്കെ വലുപ്പം. ഇത് ATM കാർഡിൻ്റെയൊക്കെ സെയിം വലുപ്പമേ വരുന്നുള്ളൂ. പേഴ്സിലോ എല്ലാ എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെയിൻ കാർഡിൻ്റെ അല്ലെങ്കിൽ ഒരു റെയിൻ കോട്ടിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് എഴുതുക. കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഈ റെയിൻ കോട്ട് എങ്ങനെയുണ്ടെന്ന് പൊട്ടിച്ച് കാണാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ റെയിൻ കാർഡ്. എന്തൊക്കെയായാലും നമ്മുടെ സാധാരണ രീതിയിലെ ഒരു അൺബോക്സിങ് തന്നെ ആട്ടെ. ഇതിൽ എഴുതിയേക്കുന്നതൊന്നും പ്രത്യേകിച്ച് വായിക്കാനൊന്നും പറ്റില്ല. എന്തോ ഒരു ഭാഷയാണ്. ചൈനയാണോ നേപ്പാളിയാണോ എരപ്പാളിയാണോ ഒന്നും അറിയില്ല. എന്തോ ഒരു ഭാഷയാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് കാണാം. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു റെയിൻ കാർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് മാത്രമേ വായിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി ഒന്നും തന്നെ വായിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇത് പൊട്ടിക്കുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ പൊട്ടിക്കാൻ അത് കീറിയെടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മൾ ഈ പാക്കറ്റിലൊക്കെ മേടിക്കുന്ന സാക്ഷ്യ കവറൊക്കെ പൊട്ടിക്കുന്ന പോലെ നമുക്കിത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എന്തായാലും ഇത് ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നോക്കാം ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. എന്തായാലും 10 രൂപേൻ്റെ ചൂടെ കിട്ടുന്ന മുതലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പ്രതീക്ഷിച്ചാൽ മതി. ഇതുപോലെ മടക്കിയാണ് വെച്ചേക്കുന്നത്. ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പണ്ടത്തെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൂടി ഉപയോഗിക്കുമായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ പോകുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ പോലത്തെ ഒരു സഞ്ചി പോലത്തെ ഒരു സാധനം തന്നെ. അത് കട്ട് ചെയ്തിട്ട് തലയിൽ ചൂടാകുന്ന ഒരു സാധനമാക്കും. അതേപോലെ റെയിൻ കോട്ട് പോലെ പെറ്റിക്കോട്ട് പോലെയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഏകദേശം അടുത്ത ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി തന്നെ ഇതിന് വരുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉറപ്പിക്കാം 1, 2 അല്ലെങ്കിൽ 3 തവണ വരെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. എമർജൻസി ഘട്ടത്തിൽ, അതായത് നമ്മളിപ്പോൾ ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ റെയിൻ കോട്ടൊന്നും കരുതിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നല്ല മഴയുള്ളപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കും. ഇടയ്ക്ക് ഒരു വെയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുടയെടുക്കാണ്ടൊക്കെ നമ്മൾ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമുക്ക് 100% ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണിത്. ചിങ്ങൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവറൊക്കെ പഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനിയിപ്പോൾ ഇതെങ്ങനെ എത്രത്തോളം വലിപ്പമുണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാം. ഇത് നമുക്കൊന്ന് ഇനി ഇത് ഇട്ട് നോക്കാം. കണ്ടോ, എൻ്റെ ഇത്ര തന്നെ വലിപ്പം വരുന്നുണ്ട്. വലിപ്പത്തിൻ്റെ കാര്യത്തിലൊന്നും ഇതൊരു കുറവല്ല. നമുക്ക് പതിയെ ഇത് ഇടാം. ഇടുമ്പോഴൊക്കെ ശരിക്കും ഇച്ചിരി ഫാസ്റ്റായിട്ടൊക്കെ വലിച്ചു പറിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കട്ടായി പോകാനൊക്കെ സാധ്യതയുള്ള ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. ഇത് നമുക്കൊരു എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു സാധനം എന്നുള്ള രീതിയിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് വേറെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇതാണ്ടോ തലയെ നനയാണ്ടിരിക്കാൻ ഒരു ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സാധാരണ ഒരു റെയിൻ കോട്ട് പോലെ നമുക്കൊരു ദിവസം 2 ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് എഴുതാം. ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 1, 2, 3 ഒക്കെ മേടിച്ച് വെക്കാം. ഞാനിപ്പോൾ ഒരു 10 മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേഴ്സുകളിലും അതേപോലെ ബാഗിലും എല്ലാം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ 10 രൂപേൻ്റെ റെയിൻ കോട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് സംഭവം ഒറ്റ പ്രാവശ്യത്തെ ഉപയോഗത്തിനൊക്കെ നല്ലതാണ്. നമുക്കൊരു എമർജൻസി ഘട്ടത്തിൽ ഇപ്പോൾ വലിയൊരു മഴയത്ത് ഉപയോഗിക്കാനല്ല ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ മഴയൊക്കെ കുറഞ്ഞ സമയത്ത് നമ്മൾ കുട എടുക്കാനൊക്കെ മറക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് പേഴ്സിലോ നിങ്ങളുടെ ബാഗിലോ എവിടെയെങ്കിലും ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇട്ട് ആ മഴയത്തൊന്ന് രക്ഷപ്പെടാം. അതേപോലെ ബൈക്കിലൊക്കെ ആണെങ്കിലും ബൈക്കിലൊന്നും എപ്പോഴും റെയിൻ കോട്ടൊന്നും കൊണ്ട് നടക്കൂല. ചിലപ്പോഴൊക്കെ മറന്നു പോകാം. ആ സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങാം. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെ വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു ഐഡിയ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.